അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി വാഹനമിടിച്ച് മരിച്ച കേസിൽ പ്രതിയായ ഡോക്ടർ സിറിയക് പി ജോർജ് കസ്റ്റഡിയിൽ. വാഗമൺ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അങ്കമാലി പോലീസിന് കൈമാറും. വിശദാംശങ്ങൾ ജെയിനിസ് രാജു നൽകും. ജെയിൻ, ഒടുവിൽ ആ നരാധമനെ പിടികൂടിയിരിക്കുന്നു. രൂപം തന്നെ മാറ്റി വാഗമണിൽ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു വരികയാണ് എന്നാണല്ലോ നമുക്ക് മനസ്സിലായ വിവരം. ഈ വാഗമണിൽ ഉണ്ടായിട്ടും പോലീസിന് ഇത്രയും ദിവസം കണ്ടെത്താനും കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞത്? വിശദാംശങ്ങൾ എന്താണ് ജെയിൻ? മോദി പോലീസ് പറയുന്നത് വാഗമൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഗമൺ കണ്ണംകുളത്തിന് സമീപത്തെ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് ഈ സിറിയക് പി ജോർജ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ രൂപം മാറിയ അവസ്ഥയിലായിരുന്നു. ഇയാൾ മുഴുവനായി നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് താടിയുള്ള ആളെയാണ്. പക്ഷേ ഇയാൾ മുഴുവനായി ക്ലീൻ ഷേവ് ചെയ്ത് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ രൂപം മാറ്റിയാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അങ്കമാലി പോലീസ് വാഗമണിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉടൻ ഇയാളുടെ അറസ്റ്റ് ഇയാളെ അങ്കമാലി പോലീസിന് വാഗമൺ പോലീസ് കൈമാറും. മെഡിക്കൽ എടുത്തതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ 28-ന് ഈ സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായി ഇതുവരെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചൊരു വീഴ്ചയായിരുന്നു. ഇതിനെതിരെ മരണപ്പെട്ട കുട്ടിയുടെ അടക്കം ബന്ധുക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഈ വാഗമൺ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മഫ്തിയിലെത്തി പോലീസ് പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. ഇയാളുടെ ഒരു ബന്ധുവാണ് ഈ ഹോം സ്റ്റേയിൽ എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നേരത്തെ ബന്ധുവിൻ്റെ ഹോം സ്റ്റേ ആണ് എന്ന തരത്തിൽ പോലീസ് ചില വിവരങ്ങൾ നൽകി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സിറിയക് പി ജോർജിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്കമാലി പോലീസിന് കൈമാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ദൃശ്യം കാണാം. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇയാൾ മുഖം അല്ലെങ്കിൽ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ക്ലീൻ ഷേവ് ചെയ്ത അവസ്ഥയിൽ തന്നെയാണ്. എത്ര ദിവസം മുമ്പാണ് ഇയാൾ വാഗമണിലെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇയാൾ എത്ര ദിവസം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്, ഈ സംഭവം നടന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇയാളെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. ഇനി അങ്കമാലി പോലീസ് ഇയാളെ കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പോലീസ് എത്തി സിറിയക്കിനെ വാഹനത്തിൽ കയറ്റുന്ന തത്സമയ ദൃശ്യങ്ങളാണ്, വിശദാംശങ്ങളാണ് ജെയിനിസ് രാജു കൈമാറിയത്. വാഗമണിൽ നിന്നാണ് പിടികൂടിയത്. പേരുപോലും ഇല്ലാത്ത ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു. ഇത് ഇയാളുടെ ബന്ധുവിൻ്റെതാണെന്നാണ് പറയുന്നത്. എന്നാണ് വാഗമണിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ദിവസം പോലീസിനെ കണ്ടെത്താനായില്ല എന്നതിൽ വലിയ ആരോപണമാണ് ഉയർന്നത്. പെൺകുട്ടിയുടെ കുടുംബം തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. തുടക്കം മുതൽ ഉണ്ടായിരുന്നു ആ പ്രതിഷേധം. എന്തുകൊണ്ട് ഇയാളിലേക്ക് എത്തുന്നില്ല എന്നത് CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയോ പിന്നീട് ആ പ്രതി എങ്ങോട്ടേക്ക് പോയി എന്ന് കണ്ടെത്തുകയോ ഒക്കെ പോലീസിന് ചെയ്യാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന ചോദ്യം ഉയരുകയായിരുന്നു. ഇപ്പോഴിതാ വാഗമണിൽ നിന്നും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. സിറിയക്കിനെ പിടികൂടി അങ്കമാലി പോലീസ് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിൽ. ജെയിൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, എന്തുകൊണ്ട് ഇയാളിലേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. പോലീസ് അതിന് വിശദീകരണം പറഞ്ഞേ മതിയാവൂ. തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെയും ചോദ്യമായി ഉയർന്നിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പെൺകുട്ടിയുടെ ബന്ധുക്കളടക്കമുള്ളവർ ചോദിച്ചിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഈ പ്രതി ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചതാണ്. ഈ പ്രതി ആരാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷവും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയായിരുന്നു. ഇപ്പോൾ 28-ാം തീയതിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. ഇതുവരെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എത്ര ദിവസം മുമ്പാണ് ഇയാൾ വാഗമണ്ണിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇയാൾക്ക് ഒളിവിൽ കഴിയാനായിട്ടുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. കാരണം പോലീസ് പറയുന്നതനുസരിച്ച് ഇയാളുടെ ഒരു ബന്ധുവാണ് ഈ വാഗമണ്ണിലെ കണ്ണംകുളം ഹോം സ്റ്റേയിൽ ഇയാളെ കൊണ്ടുവന്ന് വിട്ടത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സഹായിച്ച ആൾ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൂടാതെ ഇത്രയും ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ അടക്കം വന്നിരുന്നു. ഇപ്പോഴുള്ള രൂപം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ഇത് സംബന്ധിച്ച
സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഇത്രയും ദിവസമായി ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുമ്പോൾ ഇയാൾ ആരാണ് എന്നതടക്കമുള്ള ഇയാളുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഹോം സ്റ്റേയിലെ ജീവനക്കാർ അത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. കാരണം ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരൊക്കെയാണ്, എന്തുകൊണ്ട് ഇത്രയും ദിവസം ഇയാൾക്ക് വാഗമണ്ണിൽ കഴിയാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടതാണ്. ഇയാളെ അവിടെ താമസിപ്പിച്ചു എന്നതിൽ ഈ ഹോം സ്റ്റേ ഉടമകൾക്കും താമസിപ്പിച്ചവർക്കും ജീവനക്കാർക്കും എതിരെയും നടപടിക്ക് സാധ്യതയില്ലേ? തീർച്ചയായിട്ടും പോലീസ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇയാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണോ, ഇനി ഇയാൾക്ക് വേണ്ടി മറ്റാരെങ്കിലുമാണോ ID പ്രൂഫൊക്കെ നൽകി ഈ മുറി എടുത്തു കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അത് തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പരിശോധിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോത്തി, ശരി. എന്തെങ്കിലും ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു, ആരൊക്കെ സഹായം നൽകി, ഇത്തരം കാര്യങ്ങളും പുറത്തേക്ക് വരും. നരാധമൻ എന്ന കട്ടിയുള്ള വാക്കൊക്കെ ഉപയോഗിക്കണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നരാധമൻ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വൈരാഗ്യത്തിന്റെ പേരിലായാലും മുൻ പ്രശ്നങ്ങളുടെ പേരിലായാലും ഇനി ഇതൊന്നുമല്ലാതെയെങ്കിലും ഒരു പെൺകുട്ടിയെ, ഒരു മനുഷ്യജീവനെ ഇത്തരത്തിൽ ക്രൂരമായി ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഒന്ന് വാഹനം നിർത്താതെ കടന്നുപോയി എന്നത് മാത്രമല്ല, ആ വാഹനം നിർത്താതെ കടന്നുപോയത് ഒരു ഡോക്ടറാണ് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന പദവികളിൽ ഒന്നാണ് ഒരു ഡോക്ടറുടേത്. ദൈവത്തിന്റെ കരങ്ങളാണ് ഡോക്ടർമാർക്കെന്നാണ് നമ്മൾ പറയാറ്. അത്രയേറെ വിശ്വസിച്ച് നമ്മുടെ ജീവൻ അവരുടെ കയ്യിൽ നൽകിക്കൊണ്ടാണ് ഓരോ രോഗിയും ചികിത്സയ്ക്കായി ഒരു ഡോക്ടറുടെ മുന്നിലെത്തുന്നത്. ആ ഒരു രോഗിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നത് അതിക്രൂരവും പൈശാചികവും തന്നെയാണ്.